നമസ്കാരം. സകലമാന കേരളം ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ നിമിഷത്തിലെ ഒരു പ്രധാനപ്പെട്ട വാർത്ത പരിശോധിക്കുകയാണെങ്കിൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ബിജെപിയിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തയാണ് ഈ നിമിഷം പുറത്തുവരുന്നത്. തമ്പാനൂർ സതീഷും പത്മിനി തോമസും മാരാർജി ഭവനിലെത്തി അവരെ കെ സുരേന്ദ്രൻ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടി വരികയാണ്. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഇടുക്കി ചിന്നക്കനാൽ ആക്രമണം തുടർന്ന് ചക്കക്കൊമ്പൻ. 301 കോളനിയിൽ വീടും ഉപകരണങ്ങളും നശിപ്പിച്ചു. പത്തനംതിട്ട സീതത്തോടിൽ കാട്ടാനക്കൂട്ടം യുവാക്കളെ ആക്രമിച്ചു. വന്യജീവി ആക്രമണത്തിൽ പ്രതിരോധ നടപടികൾ ചർച്ച ചെയ്യാൻ ഉന്നതതല സമിതി യോഗം തിരുവനന്തപുരത്ത്. സർവീസ് വിപുലീകരിച്ച് കൊച്ചി വാട്ടർ മെട്രോ. പുതിയ 2 റൂട്ടുകൾ ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പുതുതായി ആരംഭിക്കുന്നത് 4 ടെർമിനലുകൾ. സംസ്ഥാനത്ത് കനത്ത ചൂട്. പാലക്കാടും പുനലൂരും താപനില 39 ഡിഗ്രിയിലെത്തി. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ താപനില ഉയരുമെന്ന് മുന്നറിയിപ്പ്. തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. മലപ്പുറം വട്ടത്താണിയിൽ ലോറിയും ബസും കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് തമിഴ്നാട്ടിലേക്ക് കെമിക്കലുമായി പോയ ലോറി. വിശദമായി കടക്കുകയാണ്. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ബിജെപിയിലേക്ക് എത്തുന്നു എന്നുള്ള ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. പത്മിനി തോമസും തമ്പാനൂർ സതീഷും മാരാർജി ഭവനിലെത്തി അവരെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സ്വീകരിച്ചിരിക്കുന്നു. മാരാർജി ഭവനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഡാൻ കുര്യൻ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഡാൻ, കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ബിജെപിയിലേക്ക് എത്തുന്നു. എങ്ങനെയാണ് വിശദാംശങ്ങൾ വരുന്നത്? അതേ, കഴിഞ്ഞ ദിവസം DCC സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച KPCC പുനഃസംഘടനയിൽ അർഹമായ പ്രാതിനിധ്യം ലഭിക്കാത്തതിന്റെ പേരിൽ നേതൃത്വവുമായി അസ്വാരസ്യങ്ങൾ ഉടലെടുത്തതിനെ തുടർന്ന് സ്ഥാനം തന്നെ രാജിവെച്ച തമ്പാനൂർ സതീഷും അതോടൊപ്പം സ്പോർട്സ് കൌൺസിലിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷ കൂടിയായ പത്മിനി തോമസുമാണ് ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനൊപ്പം NDAയുടെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ എത്തി പ്രമുഖ നേതാക്കളിൽ നിന്ന് അംഗത്വം സ്വീകരിക്കുന്നത്. എന്തായാലും ഈ ഓഫീസിന്റെ ഉദ്ഘാടനവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ, കേന്ദ്ര സഹമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ, BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രമുഖ BJP നേതാക്കൾ എല്ലാവരും തന്നെ ഈ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിലുണ്ട്. അവിടെയാണ് നാടകീയമായി 2 കോൺഗ്രസ് നേതാക്കൾ BJPയിൽ അംഗത്വം എടുത്തിരിക്കുന്നത്. തമ്പാനൂർ സതീഷ് കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങളോട് പറഞ്ഞത് താൻ കോൺഗ്രസ് വിട്ടുപോകില്ല, സ്ഥാനം രാജിവെക്കുന്നത് തന്നോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചാണ്, കോൺഗ്രസുമായി തീർത്താൽ തീരാത്ത ബന്ധമാണ് ഉള്ളതെന്നാണ്. പക്ഷേ കരുണാകരന്റെ വിശ്വസ്തനായി അറിയപ്പെട്ടിരുന്ന കെ കരുണാകരന്റെ സന്തത സഹചാരി കൂടിയായിരുന്ന തമ്പാനൂർ സതീഷ് കൂടി BJPയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായി അത് പത്മജ വേണുഗോപാലിന്റെ പിന്നാലെ പത്മജയുടെ കൃത്യമായ സ്വാധീനത്താലാണ് തമ്പാനൂർ സതീഷ് BJPയിലേക്ക് അംഗത്വം എടുക്കുന്നത് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് പ്രചരിക്കുന്നത്. പത്മിനി തോമസ് BJPയിലേക്ക് ചേക്കേറുന്ന വാർത്ത രാവിലെ തന്നെ നമ്മൾ പുറത്തുവിട്ടതാണ്. അതോടൊപ്പം ചില പേരുകൾ കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് കൂടുതൽ നേതാക്കൾ എത്തുമോ എന്നതാണ് ആകാംക്ഷ ഉണർത്തുന്ന കാര്യം. നിലവിൽ ഇന്ന് പത്മിനി തോമസും തമ്പാനൂർ സതീഷും മാത്രമാണ് അംഗത്വം എടുത്തിരിക്കുന്നത്. മറ്റു ചിലർ കൂടി എത്തിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ആര്യ, ഡാൻ, ഒരു കാര്യം, അതായത് ഈ പത്മജ വേണുഗോപാലിന്റെ BJPയിലേക്കുള്ള പ്രവേശം അത് ഏറെ ഞെട്ടിച്ചതാണ് കോൺഗ്രസിനെ. ഇപ്പോൾ തമ്പാനൂർ സതീഷ്, നേരത്തെ ഡാൻ കുര്യൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കരുണാകരന്റെ വിശ്വസ്തനായിരുന്ന അദ്ദേഹം കൂടി BJPയിലേക്ക് എത്തുമ്പോൾ അതിൽ പത്മജ വേണുഗോപാലിന്റെ ഒരു ഇൻഫ്ലുവൻസ് സംശയിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അങ്ങനെയിരിക്കെ ഇതിപ്പോൾ കോൺഗ്രസിന് കൂടുതൽ പ്രതിസന്ധിയാവുകയല്ലേ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ?
സ്വാഭാവികമായും അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടാകും. കാരണം അതിർത്തി പുകഞ്ഞിരുന്ന കോൺഗ്രസിനുള്ളിലെ വിമത വിഭാഗത്തിൽ ഉൾപ്പെട്ടിരുന്ന നേതാക്കളാണ് BJP-യിലേക്ക് ചേക്കേറുന്നത് എന്ന വ്യാഖ്യാനവും പ്രതിരോധവും ഒക്കെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെങ്കിലും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രചാരണം പുരോഗമിക്കുന്നതിനിടയിൽ ഒരു പറ്റം കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനെ അടപടലം BJP-യിലേക്ക് ചേക്കേറുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയതിന്റെ കാരണക്കാർ അത് നേതൃത്വമാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വരും. സ്വാഭാവികമായി ഈ രണ്ടു പേരിൽ മാത്രം ഒതുങ്ങുന്നതല്ല BJP-യിലേക്ക് എത്തുന്ന കോൺഗ്രസ് നേതാക്കളുടെ എണ്ണം. സ്വാഭാവികമായി കൂടുതൽ നേതാക്കൾ എത്തും എന്നൊരു പ്രചാരവുമുണ്ട്. ആ ഒരു ഘട്ടത്തിൽ അതിനെ തടയിടാൻ വേണ്ടി നേതൃത്വം എന്ത് ചെയ്യുന്നു എന്നൊരു വലിയ ചോദ്യം ഉയരും. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനുമൊക്കെ ശ്രമകരമായ ദൗത്യമായി സംശയവും വേണ്ട. അതിനിടയിലാണ് രണ്ട് നേതാക്കൾ ഇപ്പോൾ BJP-യിൽ അംഗത്വമെടുത്തിരിക്കുന്നത്. ഡാനി, കൂടുതൽ നേതാക്കൾ എത്തും പലരും ഇന്ന് തന്നെ ചിലപ്പോൾ അംഗത്വം സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ആരൊക്കെയാകും അത് എന്നുള്ള സൂചന മുന്നിലുണ്ടോ? നമുക്ക് രാവിലെ മുതൽ ലഭ്യമായ പേരുകൾ നെയ്യാറ്റിക്കര മുൻ MLA R. സെൽവരാജ്, അതോടൊപ്പം തന്നെ DCC ജനറൽ സെക്രട്ടറി ആയിരുന്ന ഉദയകുമാർ ഉൾപ്പെടെയുള്ളവരുടെ പേരുകളായിരുന്നു. അതോടൊപ്പമാണ് പത്മിനി തോമസും BJP-യിലേക്ക് എത്തുന്നു എന്ന വാർത്ത രാവിലെ എത്തിയത്. അത് കൃത്യമായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ആരൊക്കെ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ നേതാക്കൾക്കിടയിൽ ഒരുപാട് അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ അതിൽ എത്ര കണ്ട് അടിസ്ഥാനമുണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. നിലവിൽ കോൺഗ്രസിനുള്ളിൽ നിന്ന് കൂടി BJP-യിലേക്ക് എത്താനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഡാനി, ഈ ഒരു ഘട്ടത്തിൽ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന്, നേതൃനിരയിലെ ഏതെങ്കിലും നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? കാര്യം ഇപ്പോൾ മാധ്യമങ്ങളെ കാണാൻ പോവുകയാണ്. BJP അംഗത്വമെടുത്ത നേതാക്കൾ ഇപ്പോൾ മാധ്യമങ്ങളെ കാണാൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്കൊപ്പം മാധ്യമങ്ങളെ കാണുന്നതിന് വേണ്ടി പ്രസ് കോൺഫറൻസിന് വേണ്ടി എത്തിക്കണം. ഇവിടെ വെച്ച് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകും. അല്പസമയത്തിനകം മാധ്യമങ്ങളുമായി കൂടിക്കാഴ്ച. കോൺഗ്രസിൽ നിന്ന് കൂടുതൽ നേതാക്കൾ BJP-യിലേക്ക് എത്തുന്നു. പത്മിനി തോമസും തമ്പാനൂർ സതീഷും BJP-യിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ NDA സ്ഥാനാർത്ഥിയുടെ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രചരണാർത്ഥമുള്ള പുതിയ ഓഫീസിൽ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ആ ഓഫീസിലെ ഉദ്ഘാടന ചടങ്ങ് കൂടിയാണ്. അല്പസമയത്തിനകം അംഗത്വം സ്വീകരിച്ചതിന് ശേഷം ഈ നേതാക്കൾ മാധ്യമങ്ങളെ കാണും, ഉടൻ തന്നെ കാണും എന്നുള്ള പ്രതീക്ഷയാണ് മുന്നിലുള്ളത്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് കോൺഗ്രസിനെ ഈ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ, പ്രചാരണം ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ ഏത് തലത്തിൽ ഏത് വിധത്തിൽ പ്രതിസന്ധിയാകും, തലവേദനയാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്? സ്വാഭാവികമായി ഉയരുന്ന ചോദ്യങ്ങൾ ഒരുപാടായിരിക്കും. ചോദ്യങ്ങളെല്ലാം കൃത്യമായി ഉത്തരം കണ്ടെത്താനും പ്രതിരോധിക്കാനും നേതൃത്വത്തിന് എത്ര കണ്ട് കഴിയുമെന്നതാണ് ഇനി ഉയരുന്ന ചോദ്യം. കാരണം തമ്പാനൂർ സതീഷ് KPCC സെക്രട്ടറി സ്ഥാനം ആവശ്യപ്പെട്ട് നേരത്തെ മുതൽ തന്നെ നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. പക്ഷേ അടുത്ത തവണ പുനഃസംഘടന വരുമ്പോൾ പരിഗണിക്കാമെന്ന് ഉറപ്പായിരുന്നു അദ്ദേഹത്തിന് നൽകിയിരുന്നത്. പക്ഷേ പുനഃസംഘടന പട്ടിക വന്ന് 77 പട്ടിക പുറത്തിറക്കിയപ്പോഴും അവിടെ തമ്പാനൂർ സതീഷിന്റെ പേര് ഉൾപ്പെടാതിരുന്നതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് അതൃപ്തി ഉടലെടുത്തത്. അതേ തുടർന്നാണ് അദ്ദേഹം DCC-യുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് പ്രതിഷേധ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കുകയും ചെയ്തത്. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകനായി തന്നെ താൻ തുടരുമെന്ന് അദ്ദേഹത്തോട് പ്രതികരിച്ചത്. പക്ഷെ അതിൽ നിന്ന് ഘടകവിരുദ്ധമായി ഇന്ന് കെ സുരേന്ദ്രനൊപ്പം BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് നാടകീയമായാണ് തമ്പാനൂർ സതീഷ് എത്തുന്നത്. ഇന്ന് രാവിലെയും അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് ഇത്തരം അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടയിൽ മാധ്യമ പ്രവർത്തകർ ഈ വിവരങ്ങളാണ് അപ്പോൾ എല്ലാം അദ്ദേഹം നിരാകരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു കാര്യമേ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ കെ സുരേന്ദ്രനൊപ്പം അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിലേക്ക് തമ്പാനൂർ സതീഷ് എത്തുന്ന നാടകീയമായ കാഴ്ചകളാണ് പിന്നീട് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിന് പിന്നാലെയാണ് സ്പോർട്സ് കൗൺസിലിന്റെ മുൻ അധ്യക്ഷയും കോൺഗ്രസ് നേതാവുമായ പത്മിനി തോമസ് കൂടി BJP-യിലേക്ക് അംഗത്വമെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായി ഒരു പറ്റം നേതാക്കൾ ഇങ്ങനെ BJP-യിലേക്ക് ചേക്കേറുമ്പോൾ എന്താണ് അവർക്കതിന് പ്രചോദനമായ കാരണം എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ വലിയ ചർച്ചകൾക്ക് വഴിമാറുന്ന സാഹചര്യം ഉണ്ടാകും. പാർട്ടിയെ തള്ളി പറഞ്ഞ നിർണായകമായ ഒരു ഘട്ടത്തിൽ പാർട്ടിയോട് കൂറ് പുലർത്താതെ ഇവർ മാറുകയാണ് മറ്റൊരു ചേരിയിലേക്ക്. അത് പാർട്ടിയെ ചതിക്കുന്നതിന് തുല്യമാണ് എന്ന പ്രതികരണവുമായി നേതാക്കളും പ്രവർത്തകരുമൊക്കെ രംഗത്തെത്തുമ്പോഴും ഇങ്ങനെ അതൃപ്തിയുള്ള അസംതൃപ്തിയുള്ള നേതാക്കൾ
കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് ചേക്കേറുന്നത് പ്രവർത്തകർക്കിടയിൽ വലിയ ആശയക്കുഴപ്പങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഡാൻ, ഈ പാർട്ടിയെ ചതിക്കുന്നവരാണ് ഇത്തരത്തിൽ കൂറുമാറി പോകുന്നത് എന്ന് പറഞ്ഞ് ഇത്തരത്തിൽ ഈ ഒരു വിഷയത്തെ തള്ളിക്കളയാൻ, നിസാരവൽക്കരിക്കാൻ കോൺഗ്രസിന് സാധിക്കുമോ? ഈ അസംതൃപ്തിയുള്ള നേതാക്കന്മാരെ കൂടെ നിർത്താനും അവരുടെ അസംതൃപ്തി പരിഹരിക്കാനും കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നതുകൂടിയല്ലേ നമുക്ക് ഇത്തരം സംഭവങ്ങളിലൂടെ വായിച്ചെടുക്കേണ്ടത്? ആര്യ, സ്വാഭാവികമായി നേരത്തെ പറഞ്ഞ് ഒഴിഞ്ഞതുപോലെ ഒറ്റപ്പെട്ട ചില നേതാക്കൾ എന്ന തരത്തിലുള്ള കേവലമായ വ്യാഖ്യാനം കൊണ്ടൊന്നും ഒതുങ്ങുന്നതായിരിക്കില്ല ഇതുമായി ബന്ധപ്പെട്ട് നേതാക്കൾ നടത്തേണ്ടി വരുന്ന പ്രതികരണങ്ങൾ. അവിടെ സ്വാഭാവികമായും KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവ് VD സതീശനുമൊക്കെ കൃത്യമായി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരും. അതും തെരഞ്ഞെടുപ്പിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന്റെ നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഓപ്പറേഷൻ കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ ഏതൊക്കെ നേതാക്കളാണ് പാർട്ടി വിട്ട് BJP പാളയത്തിലേക്ക് എത്തുന്നത് എന്നൊരു വലിയ ചോദ്യമുണ്ട്. അവിടെ വലിയ വാഗ്ദാനങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ പേരിലാണ് കേവലം പാർട്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെയായിരുന്നു ആദ്യഘട്ടത്തിൽ പത്മജ വേണുഗോപാൽ അടക്കം പാർട്ടി വിടുമ്പോൾ അല്ലെങ്കിൽ BJP-യിലേക്ക് ചേരുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ നടത്തിയിരുന്നത്. പക്ഷേ ഇതൊരു പത്മജയിൽ ഒതുങ്ങുന്ന പേരല്ല എന്ന് പാർട്ടി നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അത് തിരിച്ചറിയാൻ കഴിയാതെ ഇരിക്കില്ല അവർക്ക്. കാരണം അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇനി ആരൊക്കെ എന്നൊരു ചോദ്യം മറുവശത്ത് നിന്ന് വരുന്നത്. ആ ചോദ്യത്തിന് ഒരുപാട് ഉത്തരങ്ങളുണ്ട്. അഭ്യൂഹങ്ങളിൽ ഒരുപാട് കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ നിറയുന്നുണ്ട്. അതിനിടയിലാണ് തമ്പനൂർ സതീഷ് ഉൾപ്പെടെയുള്ളവർ ഇന്ന് BJP-യിൽ അംഗത്തിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കും. എന്തായാലും അവർക്ക് എന്താണ് മാധ്യമങ്ങളോട് പറയാനുള്ളത് എന്നൊരു വലിയ പ്രസക്തിയുടെ ചോദ്യമുണ്ട്. അതെ, എന്താണ് ഡാൻ മാധ്യമങ്ങളോട് അവർക്ക് പറയാനുണ്ടാവുക എന്നുള്ളത് മുന്നിലുള്ള കാര്യമാണ്. നിരന്തരമായ അവഗണന പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്, സ്ഥാനമാനങ്ങളിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്നത്, ആ വിഷയങ്ങൾ തന്നെ ആകുമോ ഈ എല്ലാ നേതാക്കന്മാർക്കും, ഇപ്പോൾ പാർട്ടി വിട്ട് പുറത്തേക്ക് പോകുന്ന BJP-യിലേക്ക് ചേക്കേറുന്ന എല്ലാവർക്കും പറയാനുണ്ടാവുക? സ്വാഭാവികമായി തമ്പാനൂർ സതീഷ് ഉൾപ്പെടെയുള്ളവർ ആ പരാമർശം തന്നെ നടത്താനാണ് സാധ്യത. കാരണം അത്തരത്തിൽ അദ്ദേഹം ഈ KPCC മെമ്പർ സ്ഥാനം അദ്ദേഹം അത് ആഗ്രഹിച്ചിരുന്നതാണ്. അത് അദ്ദേഹത്തിന് ലഭിക്കേണ്ടതായിരുന്നു എന്ന ഒരു വിഭാഗം നേതാക്കൾ കൃത്യമായി പറയുന്നുമുണ്ട്. പക്ഷേ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ നേതൃത്വത്തിന് കഴിയാതെ പോകുന്നുണ്ട് എന്നൊരു വലിയ ചോദ്യം ഉയരും. കാരണം K കരുണാകരനൊപ്പം മാത്രമല്ല രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം കൂടി വിശ്വസ്തനായി നിന്ന ഒരു നേതാവാണ് തമ്പാനൂർ സതീഷ്. കഴിഞ്ഞ ദിവസം അടക്കം അദ്ദേഹം രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ ചെന്നിത്തലയ്ക്കൊപ്പം സംസാരിക്കുന്നതുമൊക്കെ മാധ്യമ പ്രവർത്തകർ കണ്ടതുമാണ്. അവിടെ നിന്ന് ഈ 2 ദിവസത്തിനപ്പുറം ഈ നേതാക്കൾ പറഞ്ഞ വാക്കിനൊന്നും വില കൊടുക്കാതെ തമ്പാനൂർ സതീഷ് BJP പാളയത്തിലേക്ക് എത്തുമ്പോൾ അത് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് കോൺഗ്രസിന്റെ. കാരണം ഈ പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കൾ മുമ്പോട്ട് വെക്കുന്ന ആക്ഷേപത്തിന് കൃത്യമായ പരിഗണന നൽകുന്നില്ല എങ്കിൽ അത് ഇതിൽ എതിർകക്ഷികൾ മുതലെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നതിന്റെ പ്രകടമായ ഉദാഹരണമായി മാറുകയാണ് BJP പാളയത്തിലേക്ക് ചേക്കേറിയിരിക്കുന്ന തമ്പാനൂർ സതീഷിന്റെ നീക്കം. പക്ഷേ പത്നി തോമസിനെ സംബന്ധിച്ച് അത്തരമൊരു പ്രസ്താവനകളൊന്നും വരാനുള്ള വഴിയില്ല. കാരണം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് സ്പോർട്സ് കൗൺസിലിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പത്നി തോമസ് എത്തുന്നത്. അവിടെ സ്വാഭാവികമായി അവർ ഒരു മികച്ച കായിക താരം കൂടിയായിരുന്നു. ആ രംഗത്ത് സജീവമായ ഇടപെടൽ നടത്തിയതിന്റെ പേരിലാണ് അവരെ കായിക സ്പോർട്സ് കൗൺസിലിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചത്. പക്ഷേ അവർ കൂടി ഈ BJP പാളയത്തിലേക്ക് സ്വാഭാവികമായി സ്ഥാനമാനങ്ങൾ മാത്രം മോഹിച്ചാണോ നേതാക്കൾ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നത് എന്ന തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളുടെ വലിയൊരു പ്രചാരണത്തിന് ഇന്ന് രാവിലെ മുതൽ പ്രവർത്തകർ തുടക്കമിട്ടിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ മാത്രം ഈ 2 പേരിൽ ഒതുങ്ങുന്ന ഒരു പട്ടികയല്ല ഓപ്പറേഷൻ താമരയുടെ ഭാഗമായി BJP മുമ്പോട്ട് വെക്കുന്നത്. അവിടെ പത്മജ വേണുഗോപാൽ കൂടുതൽ നേതാക്കളെ സ്വാധീനിക്കാനുള്ള സാധ്യതയടക്കം കോൺഗ്രസ് നേതൃത്വവും മുന്നിൽ കാണുന്നുണ്ട്. ആ വലയിൽ ആരൊക്കെ വീഴുമെന്ന ചോദ്യത്തിനാണ് ഇനി ഡാൻ, അങ്ങനെയെങ്കിൽ തമ്പാനൂർ സതീഷിന്റെ കാര്യം മാറ്റിവെക്കുകയാണെന്നുണ്ടെങ്കിൽ പത്മിനി തോമസിന്റെ ഈ ചേരിമാറ്റം അത് കോൺഗ്രസിന് സർപ്രൈസ് ആണ് എന്ന് പറയാൻ കഴിയുമോ? സ്വാഭാവികമായി അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. കാരണം ഇന്ന് രാവിലെ അടക്കം ഈ അഭ്യൂഹങ്ങളിൽ നിരവധി പേരുകൾ പ്രചരിച്ചിരുന്നതിനാൽ തമ്പാനൂർ സതീഷിനെ ഫോണിൽ വിളിച്ച് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം ആരാഞ്ഞിരുന്നു മാധ്യമപ്രവർത്തകരെല്ലാം. പക്ഷേ അവിടെ കൃത്യമായി അദ്ദേഹം നിഷേധിക്കുകയായിരുന്നു, നിരാകരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു കാര്യവുമില്ല, താൻ എന്നും കോൺഗ്രസുകാരനായി തുടരുമെന്ന് തന്നെയാണ് തമ്പാനൂർ സതീഷ്. പക്ഷേ അതിനാടകീയമായിട്ടാണ് BJP സംസ്ഥാന അധ്യക്ഷനൊപ്പം ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് K സുരേന്ദ്രനൊപ്പം തമ്പാനൂർ സതീഷ് തന്നെയാണ് അതിന്റെ നാടകീയത വർദ്ധിപ്പിക്കുന്നതും. ആര്യ, തീർച്ചയായും ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് മറ്റു പാർട്ടികളിൽ നിന്ന് ചേരുന്ന ഒരു സ്ഥിതിവിശേഷവും നിലവിലുണ്ട്. സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. കൂടുതലായി കാര്യങ്ങൾ
നേതാക്കന്മാർ പറയും എന്നുള്ളതുകൊണ്ട് പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ, ഈ യോഗത്തിന്റെ അധ്യക്ഷനായ ശ്രീ വി വി രാജേഷിനെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ സമാദരണീയനായ സംസ്ഥാന അധ്യക്ഷൻ, കേരളത്തിന്റെ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് ചടുലമായ നേതൃത്വം നൽകി ഈ പാർട്ടിയെ മുമ്പോട്ട് നയിക്കുന്ന കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കുന്ന ശ്രീ കെ സുരേന്ദ്രൻ അവറുകളെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. നമുക്കേവർക്കും സുപരിചിതനായ, കാലം കാത്തിരുന്ന നേതാവ്, ഈ തിരുവനന്തപുരം പാർലമെന്റിലെ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി, മോദിജിയുടെ ഗ്യാരണ്ടിയായി ഈ മോദിജിയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ₹5 ലക്ഷം ഇന്ത്യ സകലമാന കേരളത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സംസ്ഥാനത്ത് വന്യമൃഗ ആക്രമണത്തിന് അയവില്ല. ഇടുക്കി ചിന്നക്കനാലിൽ ആക്രമണം തുടർന്ന് ചക്കക്കൊമ്പൻ. 301 കോളനിയിലെ ഗോപിനാഥന്റെ വീട് തകർത്തു. വീട്ട് ഉപകരണങ്ങളും നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം പന്നിയാറിലെ റേഷൻ കട ചക്കക്കൊമ്പൻ തകർത്തിരുന്നു. പത്തനംതിട്ട സീതത്തോട്ടിൽ യുവാക്കൾക്ക് നേരെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. മണിയാർ കട്ടച്ചിറ റൂട്ടിൽ 8ാം ബ്ലോക്കിന് സമീപമാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. നേരിയ പരിക്കുകളോടെ 2 യുവാക്കളും രക്ഷപ്പെട്ടു. അതിനിടെ മലപ്പുറത്ത് വന്യജീവി ആക്രമണം പ്രതിരോധിക്കാൻ സ്വീകരിച്ച നടപടികൾ വിലയിരുത്താൻ യോഗം ചേരുകയാണ്. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രതിരോധ നടപടികൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി അധ്യക്ഷനായ ഉന്നതാധികാര സമിതിയുടെ യോഗം കേരള, കർണാടക സർക്കാരുകളുമായി നടത്തിയ ചർച്ചകളുടെ വിശദാംശങ്ങൾ യോഗത്തിൽ അവതരിപ്പിക്കും. വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലോചിതമായ പരിഷ്കാരം വേണമെന്നാണ് കേരളത്തിന്റെ നിലപാട്. കൊച്ചി വാട്ടർ മെട്രോയുടെ പുതിയ 2 റൂട്ടുകൾ ഇന്ന് മുഖ്യമന്ത്രി ഓൺലൈനായി നാടിന് സമർപ്പിക്കും. വൈകിട്ട് 5:30 ഏലൂർ വാട്ടർ മെട്രോ ടെർമിനലിൽ ചടങ്ങുകൾ നടക്കും. മുളവുകാട് നോർത്ത്, സൌത്ത് ചിറ്റൂർ, ഏലൂർ, ചേരാനെല്ലൂർ എന്നീ 4 ടെർമിനലുകളാണ് പുതുതായി ആരംഭിക്കുന്നത്. ഇതോടെ 9 ടെർമിനലുകളിലായി 5 റൂട്ടിലേക്ക് കൊച്ചി വാട്ടർ മെട്രോ സർവീസുകൾ ലഭ്യമാകും. ഹൈക്കോർട്ട് ജംഗ്ഷൻ ടെർമിനലിൽ നിന്ന് ബോൾഗാട്ടി, മുളവുകാട് നോർത്ത് വഴി സൌത്ത് ചിറ്റൂർ ടെർമിനൽ വഴിയാണ് ഒരു റൂട്ട്. സൌത്ത് ചിറ്റൂർ ടെർമിനലിൽ നിന്ന് ഏലൂർ വഴി ചേരാനെല്ലൂർ ടെർമിനൽ വരെയാണ് മറ്റൊരു റൂട്ട്. വാട്ടർ മെട്രോ സർവീസ് ആരംഭിച്ച് 10 മാസം പിന്നിടുമ്പോൾ 3 റൂട്ടുകളിലായി 17.5 ലക്ഷം പേരാണ് ഇതുവരെ യാത്ര ചെയ്തത്. കേരള സർവകലാശാല കലോത്സവത്തിലെ കോഴ ആരോപണത്തിൽ പ്രതി ചേർത്ത നൃത്ത അധ്യാപകർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ജോമറ്റ്, സൂരജ് എന്നീ അധ്യാപകരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദമാണെന്നും ആരോപണം കെട്ടിച്ചമച്ചതാണെന്നും ഹർജിയിൽ പറയുന്നു. വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നു. മിഥുൻ, വിശദാംശങ്ങൾ. അരിയാർ സർവകലാശാല യുവജനോത്സവത്തിൽ കോഴ നൽകാൻ ഇടനിലക്കാരായി പ്രവർത്തിച്ചുവെന്ന കുറ്റം ചുമത്തി 2-3 പ്രതികളാക്കി കേസെടുത്തതിൽ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ജോമറ്റ്, സൂരജ് എന്നീ അധ്യാപകർ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും കോഴ വാങ്ങി ഫലം അനുകൂലമാക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം കലോത്സവത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ കഴിവിനെ ചോദ്യം ചെയ്തതാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഈ ഹർജി ജാമ്യാപേക്ഷ കോടതിയിൽ അപേക്ഷിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം കേസിൽ 1ാം പ്രതിയാക്കി കേസെടുത്ത PM ഷാജിയെ കണ്ണൂരിലെ വീട്ടിൽ വിഷം കഴിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ വേറൊരു സ്ഥലത്തിലേക്ക് കൂടി ഈ ഒരു വലിയ നാണക്കേടുണ്ടാക്കിയ ഈ സംഭവം മാറുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ കേസിലെ ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ കോഴ നൽകിയതുമായി ബന്ധപ്പെട്ട ഈ രണ്ടാമതായി 2-3 പ്രതികളായിട്ടുള്ള ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട ഹർജി സമർപ്പിച്ചിരിക്കുന്ന 2-3 പ്രതികൾ ഈ പറയുന്ന 1ാം സ്ഥാനം കിട്ടിയിട്ടുള്ള മാറിവാന കോളേജിലെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അങ്ങനെ പല തലത്തിലും ദുരൂഹത നിറഞ്ഞ ഒരു സംഭവമായി ഇത് മാറുന്നു എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ ഈ കലോത്സവത്തിൽ ആദ്യം അതായത് ഈ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന, അതായത് പോലീസ് കസ്റ്റഡിയിൽ എടുത്തപ്പോഴും താൻ നിരപരാധിയാണ് എന്ന് PM ഷാജി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ സമയത്ത് SFI വിദ്യാർത്ഥികൾ
ഇവരെ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ള ഒരു ആരോപണം മാറിവാനത്ത് വിദ്യാർത്ഥികൾ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ ഇവർക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യമായി അവർ മുന്നോട്ട് പോവുകയും ചെയ്തു. പ്രതിപക്ഷം വലിയ രീതിയിലൊരു ആയുധം ആക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ SFIക്കെതിരായ സമീപകാലത്തൊക്കെ തന്നെ SFI ഈ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതിന് പിന്നാലെ കൂടിയാണ് ഈ യുവജനോത്സവത്തിലെ കോഴ വിഭാഗം കൂടി വലിയ രീതിയിൽ SFIയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി, രാഷ്ട്രീയപരമായി തന്നെ വലിയ തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഹർജി ഇന്ന് തന്നെ പരിഗണിച്ചേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം ഇന്നാണ് ഈ 3 പ്രതികൾ, അതായത് അന്തരിച്ച PN ഷാജി ഉൾപ്പെടെ 3 പേരും ഇന്ന് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം, ചോദ്യം ചെയ്യുന്നതാണ് നേരത്തെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇരുവരും PN ഷാജി മരണത്തെ തുടർന്ന് ഇരുവരും ഹർജി സമർപ്പിച്ച സാഹചര്യത്തിൽ ഇരുവരും ഇന്ന് ഹാജരാവില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്റ്റേഷനിൽ അറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6035 രൂപ, പവന് 48,280 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5030 രൂപ, പവന് 40,240 രൂപ. വെള്ളി ഗ്രാമിന് 80 രൂപ, കിലോഗ്രാമിന് 80,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.